ചേട്ടാ എങ്ങനെയുണ്ട് സിനിമാ വിശേഷങ്ങളൊക്കെ ആദ്യം തന്നെ? സിനിമ 3 സിനിമയായി, ഇനി വന്നാലെന്താ സമയമില്ല, അങ്ങനെ നിൽക്കണം. ചേട്ടാ നമ്മുടെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ബിഗ് ബോസ് ആണല്ലോ. ബിഗ് ബോസ് കാണുന്നുണ്ടോ? ഇല്ല ഞാൻ കാണാറില്ല, അതിനുള്ള സമയം കിട്ടാറില്ല. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് എൻ്റെ ഇൻസ്റ്റയിൽ കയറി നോക്കി അറിയാം. കഴിഞ്ഞ ദിവസം അടുത്തിടെ കണ്ടിരുന്നു സാധനം. ഈ ബിഗ് ബോസ്, നിലവിലുള്ള ബിഗ് ബോസ് ഇപ്പോൾ അഭിപ്രായം കേൾക്കുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നു? നിലവാരമുണ്ടോ? അല്ല, കുറേ ആൾക്കാർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. കാരണം എവിടെ പോയാലും ഇതിനെക്കുറിച്ച് എൻ്റെ ഭാഷ പറഞ്ഞാൽ കണ്ണായി കൊണ്ടായ സംസാരമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടു. അങ്ങനെയാണല്ലേ? എന്താ പുതിയ ഇപ്പം ചേട്ടൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ കുറേ ആൾക്കാർ നല്ല കമൻറ്റ് ഇടാറുണ്ട്. ചില ആൾക്കാർ ഇത് സംസാരശൈലി ശരിയാണെന്നല്ലോ, ഇതൊക്കെ എങ്ങനെ നോക്കി? അതൊക്കെ എന്നെക്കാളും കട്ടയ്ക്ക് ചീത്ത വിളിക്കുന്ന പെണ്ണുങ്ങളില്ലേ, അവരെയൊക്കെ പറയാത്തത്. അതൊക്കെ ഉള്ളത് തന്നെ, സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഉള്ളത് തന്നെ. പിന്നെ കേസാവും, വഴക്കാവും, അത് അതിൻ്റെ വഴിക്ക് പോകും, നമ്മളെ വഴിക്ക് പോകും. ഇങ്ങനത്തുള്ള സാധനമൊക്കെ വരുമ്പോൾ നമ്മൾ പേടിച്ച് മാറുന്നൊന്നുമില്ലല്ലേ? എന്തിന്? എന്നെക്കാളും ഒരുപാട് തെറി പറയുന്ന ആൾക്കാരില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ശിശു. ഇപ്പോൾ ഡവറോളിയാണ് എൻ്റെ പേജ് എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് പേജ്. ഇപ്പോൾ ഒരു വീഡിയോ വരുമ്പോൾ തന്നെ ഇങ്ങനെ ആൾക്കാർ കാത്തിരിക്കുകയാണ് എന്താണ് കണ്ടൻറ്റ് എന്നുള്ളത്. കണ്ടൻറ്റ് ഇപ്പോഴും നടക്കണ ഓരോ കാര്യങ്ങൾ, ഈ മീൻ ചത്ത് പൊങ്ങിയത്, നമുക്ക് കണ്ടൻറ്റല്ലേ ഉള്ളൂ. ടി വിയുടെ ഫ്രണ്ടിൽ ചെന്നിരുന്നാൽ 100 കണ്ടൻറ്റാണ് കിട്ടുന്നത്. അപ്പോൾ യാത് ചെയ്യണമെന്നുള്ള ഒരു എപ്പോഴാണ്. ഈ മഴയൊക്കെ പെരുമഴക്കാലമാണ്, വലിയ പ്രശ്നം തന്നെയാണല്ലേ? തന്നെ അതൊക്കെ പരിപാടിയല്ലേ, റോഡെല്ലാം വെട്ടിക്കുഴിച്ച് ആകെ പ്രശ്നമായിട്ട് കിടക്കുകയല്ലേ. ഇതൊക്കെ നേരത്തെ തുടങ്ങി, ഒരു പ്ലാനിങ് ഇല്ല. അതിൽ പറ്റിയതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വേറെ മതിയാ? മത്ത്